കോക്ടെയിൽ മുതൽ റൺ ബേബി റൺ വരെയുള്ള രതീഷ് സംഗീതം പകർന്ന ചിത്രങ്ങളിൽ ആ ഒരു കരിയർ ഗ്രാഫിനെ ഇപ്പോഴൊന്ന് മാറി നിന്ന് കാണുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്താ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനെന്ന് പറയുന്ന സംഗീത സംവിധായകൻ്റെ പാട്ടുകൾ ഇപ്പോഴല്ല, ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പം നമ്മൾ എന്തുകൊണ്ട് 80s 90s കാലഘട്ടങ്ങളിലെ പാട്ടുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരു ജനറേഷനോട് ഞാൻ, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള സുഹൃത്തുക്കളോട് പോകുമ്പോൾ അവർക്ക് എല്ലാവർക്കും 80s 90s കാലഘട്ടങ്ങളിലെ പാട്ടുകളോട് വല്ലാത്തൊരു ഇഷ്ടമുള്ള പോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഇനിയൊരു 20 years കഴിയുമ്പോൾ, അതായത് 2042 ഒക്കെ ആവുന്ന സമയത്ത് 2012ലേക്കും 2010ലേക്കും ഒക്കെ ഉള്ളൊരു തിരിച്ചു വരവിൽ ഓർക്കുമ്പോൾ എൻ്റെ പാട്ടും കൂടി ഉണ്ടാവണം എന്നുള്ളൊരു, അത് ഉണ്ടാവും എന്നൊരു ശുഭാപ്തി വിശ്വാസം തോന്നുന്നുണ്ട്. പക്ഷേ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ, ശാസ്ത്രീയ സംഗീതത്തിൻ്റെ സാധ്യതകൾ എപ്പോഴെങ്കിലും പാട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ രതീഷ്? എല്ലാ പാട്ടിലും ഉണ്ട്. എന്ന് വെച്ചാൽ അത് തന്നെയാണ് എല്ലാ പാട്ടുകളിലും. എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യൻ മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബേസിക് വികാരമാണത്. സൗത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരുടെ രാഗങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള പാട്ടുകളുടെ ശൈലികളൊക്കെ അതുമായിട്ട് വളരെ ഇഴുകി ചേർന്നാണ് നമ്മളുടെയൊക്കെ ജീവിതം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകളുടെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അറിയാൻ പറ്റും. നമ്മളുടെ ഓരോ കാലഘട്ടങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകൾ നോക്കുമ്പോൾ ആ പാട്ടുകൾക്കൊക്കെ ഒരു രാഗവും അതിൻ്റെ ഒരു ബേസും ഉണ്ടായിരുന്നു. അതില്ലാത്ത പാട്ടുകൾക്ക് ജീവനുണ്ടാവില്ല. വളരെ ഫാസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന, എളുപ്പം വിറ്റുപോകുന്ന തരത്തിലുള്ള പുതിയ കാലത്തെ സംഗീത നിർമ്മിതി നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാലം നിലനിൽക്കാൻ സാധ്യത കുറവുള്ളതാണ്. ഇവിടെ സ്വയം നടത്തുന്ന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് സ്വന്തം സംഗീതം ശാശ്വതമാക്കാൻ വേണ്ടി? കിട്ടുന്ന സിറ്റുവേഷന് ഡയറക്ടർ സാറ്റിസ്ഫൈഡ് ആവാന്നുള്ളതാണ് ഏറ്റവും പ്രയോറിറ്റി. ഇപ്പം ഞാനൊരു ഡയറക്ടറോട് വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അതിൽ നമ്മുടെ കോൺട്രിബ്യൂഷനോടുകൂടി ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഗാനം ചിട്ടപ്പെടുത്തിയെടുക്കുക എന്നതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ടെൻഷനുള്ള ഒന്നായിരിക്കണം ഒരു സിനിമയുടെ ടോട്ടൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വർക്ക് ചെയ്യുന്നത്. ഇതുവരെ ചെയ്ത സിനിമകളിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സിനെ കുറിച്ചൊന്ന് പറയാമോ? ഇതുവരെ എന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് കോക്ടെയിലിന് വേണ്ടിയിട്ടാണ്. അതിലുള്ള സൗണ്ട് ഡിസൈൻ അല്ല ബ്യൂട്ടിഫുളിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബ്യൂട്ടിഫുളിന് പോലത്തെ അല്ല റൺ ബേബി റണ്ണിലുള്ളത്. എന്ന് വെച്ചാൽ ഓരോ സിനിമകൾക്കും സീൻസിൻ്റെ ഫീൽ അനുസരിച്ചിട്ട് സൗണ്ട് കൊണ്ടൊരു റിയാക്ഷൻസ് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് പാട്ട് ചെയ്യുന്നതിനേക്കാളും ഇഷ്ടമാണ് റീ റെക്കോർഡിങ് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ഒരു കഥയുടെ പുറകെ VKP ബ്യൂട്ടിഫുൾ ചെയ്തിരുന്ന സമയത്ത് എപ്പോഴും പറയും, ബ്യൂട്ടിഫുളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞാൽ, നീ ഇതിലെ ഒരു കഥാപാത്രമാണെന്ന് വിചാരിക്കാം. ആദ്യം മുതൽ അവസാനം വരെ എല്ലാ സീനിലും വന്നു പോകുന്ന ഒരു കഥാപാത്രം. ഓരോ സീനിൻ്റെ പുറകെയും സൈലൻ്റായിട്ട് യാത്ര ചെയ്യാം. നിൻ്റെ പ്രസൻസ് എപ്പോഴൊക്കെ ഫീൽ ചെയ്യിക്കണം തോന്നുന്നു, അത് എന്ത് മൂഡിലൂടെ തോന്നുന്നു റിയാക്ട് ചെയ്യാം. അത് ഹാപ്പിനെസ് ആവാം, അത് സാഡ് ആവാം, അത് ഹ്യൂമർ ആവാം, എന്തും ആവാം. അങ്ങനെ ആയിരിക്കണം. ചില സ്ഥലത്ത് നീ മൗനമായി നിൽക്കുന്നതായിരിക്കും ആ സീനിന് ഏറ്റവും ബ്യൂട്ടി ആയിരിക്കണം. അത് തന്നെയാണ് ബ്യൂട്ടിഫുള്ളിൽ നമ്മൾ അങ്ങനെ ഒരു സൈലൻസും മഴയുടെ ഇമോഷൻസും ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ റൺ ബേബിയിൽ വരുമ്പോൾ ത്രൂ ഔട്ട് മ്യൂസിക്കാണ്, മ്യൂസിക് ടു മ്യൂസിക് ജേണിയാണ്. അപ്പോൾ അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആ ഒരു കഥയുടെ ബലം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിനകത്തേക്ക് ഇൻവോൾവ്ഡ് ആയിട്ട് മ്യൂസിക് നിന്നേ പറ്റൂ. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു നല്ല ഗ്രേറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിനൊപ്പം ഇങ്ങനെ കുറേ ആൾക്കാരുടെ കൂടെ നമ്മൾ ജീവിക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും നമുക്ക്. ശരിക്കും ഒരു കഥ നടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ഓരോ സീൻസും കഴിഞ്ഞ് എവിടെ എത്തി, എന്തായി എന്നൊക്കെയുള്ള ആ ഒരു ഇതനുസരിച്ച്. പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് നമ്മളൊരു ഇമോഷൻ അത് ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ അതിനൊപ്പം ഓർക്കസ്ട്രേഷൻ, അങ്ങനെ